എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത് ഓസ്ട്രേലിയയിലേക്ക് ഇനി നഴ്സുമാർക്ക് വരാനുള്ള പാത്ത് വേസ് എന്തൊക്കെയാണ് എന്നതിനെ പറ്റിയാണ്. അപ്പം ഈ വീഡിയോ ചെയ്യാനുള്ള ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയായിരിക്കാം, ന്യൂസിലാൻഡ് റീസെൻ്റ്ലി ഒരു ചെറിയ അവരുടെ രജിസ്ട്രേഷൻ പാത്ത് വേയിൽ ചെറിയ ചേഞ്ചസ് വരുത്തിയിട്ടുണ്ട്. അതായത് UK, അയർലൻഡ്, കാനഡ, USA, സിംഗപ്പൂർ നഴ്സസിന് ശരിക്കും പറഞ്ഞാൽ UK-യിൽ അവിടെ രജിസ്റ്റേർഡ് ആയ നഴ്സസിന് ശരിക്കും പറഞ്ഞാൽ ന്യൂസിലാൻഡിൽ വളരെ എളുപ്പത്തിൽ ചെറിയ പേപ്പർ വർക്ക് വഴിയൊക്കെ രജിസ്ട്രേഷൻ കിട്ടുകയും ആ രജിസ്ട്രേഷൻ ഓസ്ട്രേലിയയിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ട് ഒരുപാട് നഴ്സുമാർ ഇവിടെ എത്തിപ്പെടുകയും ചെയ്തു. ഒരു കഴിഞ്ഞ 1-2 കൊല്ലമായിട്ട് നഴ്സുമാരുടെ ഒഴുക്കിനുള്ള ഒരു പ്രധാന കാരണം ഈ ഒരു പാത്ത് വേ ആയിരുന്നു. അപ്പോൾ ഈ ന്യൂസിലാൻഡ് എന്ത് ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജൂലൈ 1 മുതൽ ആ രജിസ്ട്രേഷൻ പാത്ത് വേ അങ്ങോട്ട് സ്റ്റോപ്പ് ചെയ്തു. അപ്പോൾ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പേര് അല്ലെങ്കിൽ ഒരുപാട് നഴ്സസിന് ഓസ്ട്രേലിയയിലേക്കുള്ള പാത്ത് വേ അവിടെ ക്ലോസ് ആയി. അപ്പം ആ ഒരു എളുപ്പ വഴി ക്ലോസ് ആയെന്ന് പറയാം. പാത്ത് വേ ക്ലോസ് ആയിട്ടൊന്നുമില്ല, പക്ഷേ എളുപ്പ വഴിയിലുള്ള ആ ഒരു വരാനുള്ള ഓപ്പർച്യൂണിറ്റി ഇല്ലാതായി. അപ്പോൾ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഇനി നഴ്സുമാർക്ക് എങ്ങനെയൊക്കെ ഇനി ഓസ്ട്രേലിയയിൽ എത്തിപ്പെടാം. പിന്നെ വേറൊരു കാര്യമുണ്ട്, ജൂലൈ 1 മുതലുള്ള കുറേ ആപ്ലിക്കേഷൻസ് പെൻഡിങ് ഉണ്ട്. അവരൊക്കെ പഴയ രീതിയിൽ കൊണ്ടുപോകുന്നതാണ് ന്യൂസിലാൻഡ് ബോർഡ് പറയുന്നതെങ്കിലും ചെറിയ ചെറിയ പ്രശ്നങ്ങൾ അവിടെ ഇവിടെയൊക്കെ കേൾക്കുന്നുണ്ട്. അതിനെപ്പറ്റി എനിക്ക് ആധികാരികമായിട്ട് പറയാൻ പറ്റില്ല, കാരണം എൻ്റെ കയ്യിൽ കൺക്ലൂസീവായിട്ടുള്ള എവിഡൻസുകളോ അല്ലെങ്കിൽ ഇതൊന്നുമില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ പ്രോസസ്സ് ചെയ്യുന്നവർ അങ്ങനെ മുന്നോട്ട് പോവുക. ഇതിപ്പം ജൂലൈ 1 വരെ അപ്ലൈ ചെയ്യാത്ത ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള എന്തൊക്കെയാണ് ഇനി ഓസ്ട്രേലിയക്ക് വരാനുള്ള വഴി എന്നുള്ളതാണ്. അപ്പം ഈ പാത്ത് വേ എടുത്ത 3/4 ആളുകളും ന്യൂസിലാൻഡിൽ പോകുന്നില്ല, അവർ ഓസ്ട്രേലിയക്ക് വരിക എന്ന ഒരു എയിമിൽ തന്നെയായിരുന്നു ആ പാത്ത് വേ ഫോളോ ചെയ്തത്. അപ്പോൾ ഇനിയിപ്പോൾ എങ്ങനെയൊക്കെയാണ് വരാൻ പറ്റുന്നത്? അപ്പോൾ ആദ്യത്തെ പാത്ത് എന്ന് പറഞ്ഞാൽ ഓസ്ട്രേലിയക്ക് ഡയറക്റ്റ് അപ്ലൈ ചെയ്യാം. അതിനെന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം തന്നെ ഇംഗ്ലീഷ് ടെസ്റ്റ് ക്ലിയർ ചെയ്യുക. അതായത് PTE 65 ഈച്ചോ അല്ലെങ്കിൽ IELTS അക്കാഡമിക് 7 ഈച്ച് അല്ലെങ്കിൽ OET B ഈച്ച് ഈ സ്കോർ ഉണ്ടെങ്കിൽ നിങ്ങൾ ഓസ്ട്രേലിയൻ രജിസ്ട്രേഷനുള്ള ഇംഗ്ലീഷ് ലാംഗ്വേജ് റിക്വയർമെൻറ്റ് മീറ്റ് ആവും. അതിനുശേഷം അല്ലെങ്കിൽ ഇത് ഇടയ്ക്ക് ചെയ്താലും മതി കേട്ടോ. എന്നിട്ട് നിങ്ങൾ ഇവിടെ ഒരു ഓസ്ട്രേലിയയിലെ ഡെസ്ക്ടോപ്പ് അസസ്മെൻറ്റ് ചെയ്യുക. അതായത് നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ ഇവിടെ അംഗീകരിക്കുമോ എന്നുള്ള രീതിയിലുള്ളൊരു അസസ്മെൻറ്റാണ്. അതിനുശേഷം നിങ്ങൾ NCLEX എന്ന് പറഞ്ഞ നഴ്സിംഗ് ലൈസൻസ് എക്സാമും പിന്നെ അതുകൂടാതെ ഇവിടെ OSCE എന്ന് പറഞ്ഞ ക്ലിനിക്കൽ എക്സാമും ക്ലിയർ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ 3 റിക്വയർമെൻറ്റും, അതായത് ക്വാളിഫിക്കേഷൻ അസസ്മെൻറ്റ്, NCLEX, OSCE, ഈ ലാംഗ്വേജ് ടെസ്റ്റ്, ഇതെല്ലാം കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓസ്ട്രേലിയൻ രജിസ്ട്രേഷൻ കിട്ടും. അപ്പോൾ ഓസ്ട്രേലിയക്ക് ഒരു നഴ്സിന് വരാനുള്ള ഏറ്റവും പ്രൈമറി സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ രജിസ്ട്രേഷൻ എടുക്കുക എന്നുള്ളതാണല്ലോ. അപ്പോൾ ആ രജിസ്ട്രേഷൻ്റെ സ്റ്റെപ്പാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ അതാണ് പറഞ്ഞത്. ഇനിയിപ്പോൾ നിങ്ങളൊരു BSc നഴ്സിംഗ് കഴിഞ്ഞ ആളല്ല, GNM കഴിഞ്ഞ ആളാണെന്ന് വിചാരിച്ചോളൂ. GNM കഴിഞ്ഞ ആളുകൾക്ക് ഡയറക്റ്റ്ലി ഓസ്ട്രേലിയയിൽ ക്വാളിഫിക്കേഷൻ അംഗീകരിക്കില്ല. ഒന്നെങ്കിൽ നിങ്ങൾ പോസ്റ്റ് BSc നാട്ടിൽ നിന്ന് പഠിക്കണം, അല്ലെങ്കിൽ GCAN അല്ലെങ്കിൽ GCN എന്ന് പറഞ്ഞ പല കോളേജുകളും നടത്തുന്ന ഗ്രാജുവേറ്റ് സർട്ടിഫിക്കറ്റ് നഴ്സിംഗ് പ്രോഗ്രാമുകൾ ചെയ്യാം. ഈ പ്രോഗ്രാമുകൾ ചെയ്തു കഴിഞ്ഞാൽ ഡയറക്റ്റ് ഓസ്ട്രേലിയയിൽ രജിസ്ട്രേഷൻ കിട്ടുകയില്ല. അതായത് നിങ്ങളുടെ ആ ഒരു ആദ്യത്തെ ഞാൻ സ്റ്റെപ്പ് പറഞ്ഞല്ലോ, ക്വാളിഫിക്കേഷൻ അസസ്മെൻറ്റ്, അതിൻ്റെ അകത്ത് നിങ്ങൾ ക്വാളിഫിക്കേഷൻ എലിജിബിൾ ആവും. അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഇതേപോലെ സാധാരണ BSc നഴ്സിംഗ് ചെയ്ത ആളുകൾ ചെയ്യുന്ന പോലെ തന്നെ ഇംഗ്ലീഷ് ടെസ്റ്റ് ക്ലിയർ ചെയ്യുക, അതിനുശേഷം NCLEX എക്സാം എഴുതുക, അതിനുശേഷം OSCE എഴുതുക. അങ്ങനെയാണ് ഇവിടെ രജിസ്ട്രേഷൻ എടുക്കാൻ പറ്റുക. ഇനിയിപ്പം അടുത്ത ഒരു പാത്ത് വേ എന്ന് പറഞ്ഞാൽ ന്യൂസിലാൻഡ് പാത്ത് വേ ആണ്. അപ്പോൾ ന്യൂസിലാൻഡിലെ ഇംഗ്ലീഷ് ടെസ്റ്റ് റിക്വയർമെൻറ്റ് കുറച്ചും കൂടെ എളുപ്പമാട്ടോ ഓസ്ട്രേലിയനെ കമ്പയർ ചെയ്യുമ്പം. അവരുടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ PTE അക്സെപ്റ്റ് ചെയ്യില്ല, IELTSO അല്ലെങ്കിൽ OETO തന്നെ വേണം. അപ്പോൾ ഇത് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ന്യൂസിലാൻഡിൽ നിങ്ങൾക്ക് 2 കൊല്ലം നാട്ടിലോ എവിടെയെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ന്യൂസിലാൻഡിലേക്ക് അപ്ലൈ ചെയ്യാം. അതിനുശേഷം ന്യൂസിലാൻഡിലെ CBT, അതായത് കോമ്പിറ്റൻസി ബേസ്ഡ് ടെസ്റ്റുകളാണ്. അതിനകത്ത് ഒരു തിയറി എക്സാമും ന്യൂസിലാൻഡിൽ പോയിട്ട് ഒരു ക്ലിനിക്കൽ എക്സാമും ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ന്യൂസിലാൻഡ് രജിസ്ട്രേഷനും ആനുവൽ പ്രാക്ടീസും സർട്ടിഫിക്കറ്റും കിട്ടും. ഇത് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു രജിസ്ട്രേഷൻ ഓസ്ട്രേലിയക്ക് ട്രാൻസ് ടാസ്മാൻ മ്യൂച്വൽ എഗ്രിമെൻറ്റ് വഴി നിങ്ങൾക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ട് ഓസ്ട്രേലിയൻ രജിസ്ട്രേഷൻ എടുക്കാം. ഇത് രണ്ടാമത്തെ വഴി. അപ്പം ഇത്രയേ ഉള്ളൂ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഒരു നഴ്സിന് ഓസ്ട്രേലിയയിൽ വന്നു ചേരാനുള്ള ഓപ്പർച്യൂണിറ്റി. ഇപ്പം നേരത്തെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു കുറച്ച് കാലം മുന്നേ നമ്മൾ പറയാറുണ്ടായിരുന്നു, ഇപ്പം നിങ്ങൾക്ക് ഓസ്ട്രേലിയയിൽ എക്സാം എഴുതണ്ട എന്നുണ്ടെങ്കിൽ നിങ്ങൾ നേരെ UK-ലോ അയർലൻഡിലോ പോവുക. അവിടെ പോയി കഴിഞ്ഞിട്ട് അവിടെ കുറച്ച് എക്സ്പീരിയൻസ് ഗെയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ന്യൂസിലാൻഡ് പാത്ത് വഴി ഓസ്ട്രേലിയക്ക് വരാൻ പറയാറുണ്ടായിരുന്നു. പക്ഷേ ഇനി ഓസ്ട്രേലിയക്കാണ് നിങ്ങളുടെ ഒരു എയിം എന്നെങ്കിൽ ആദ്യത്തെ 2 പാത്ത് വേ ഉണ്ടല്ലോ, ആ പാത്ത് വേയിൽ കൂടെ മാത്രമേ വരാൻ പറ്റുള്ളൂ. ഇപ്പം നിങ്ങൾ UK-യിൽ ഇനി വർക്ക് ചെയ്യുന്ന നഴ്സുമാരാണെങ്കിലും അയർലൻഡിൽ വർക്ക് ചെയ്യുന്ന നഴ്സുമാരാണെങ്കിലും കാനഡയിൽ വർക്ക് ചെയ്യുന്ന നഴ്സുമാരാണെങ്കിലും ഇത് ഫോളോ ചെയ്യേണ്ടി വരും.
പിന്നെ വേറൊരു കാര്യമുണ്ട്, ഇപ്പം യു കെയിലും അയർലൻഡിലൊക്കെ ഉള്ള നേഴ്സുമാർക്ക് ലാംഗ്വേജ് ടെസ്റ്റിൽ എക്സംഷൻസ് കിട്ടാൻ സാധ്യതയുണ്ട് ന്യൂസിലാൻഡ് പാത്വേ എടുക്കുകയാണെങ്കിൽ കേട്ടോ. അപ്പം അതൊരു കാര്യം. പിന്നെ ന്യൂസിലാൻഡിൽ അല്ല, യു കെയിൽ, കാനഡയിൽ അല്ലെങ്കിൽ യു എസിലൊക്കെ പഠിച്ച നേഴ്സുമാർ, അവിടെയൊക്കെ ബി എസ് സി നഴ്സിംഗ് അല്ലെങ്കിൽ എൻട്രി ലെവൽ നഴ്സിംഗ് ക്വാളിഫിക്കേഷൻ ചെയ്ത ആളുകൾക്ക് ഈ ന്യൂസിലാൻഡ് പാത്വേ ഈ എക്സാമുകളൊന്നും ഇല്ലാതെ എലിജിബിളാണ്, അല്ലെങ്കിൽ ആ ഒരു പാത്വേ ഇപ്പോഴും ഓപ്പണാണ്. അങ്ങനെയും നിങ്ങൾക്ക് ആ ഒരു വഴിയിൽ വരാം. അപ്പം നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ എവിടെയാണ്, നിങ്ങൾ എവിടുന്ന് പഠിച്ചു എന്നുള്ളത് ഒരു ഫാക്ടറാണ് ഇപ്പോഴത്തെ ഈ ഒരു പാത്വേ ഓപ്പൺ ആണോ അല്ലയോ എന്നറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതേ ഉള്ളൂ ഇപ്പോഴത്തെ ഒരു വഴിയിൽ ഓസ്ട്രേലിയക്ക് വരാൻ. അപ്പോൾ ഇതിനകത്തൊരു കാര്യം, ഇനിയിപ്പോൾ നേഴ്സുമാരുടെ ഒഴുക്ക് ഡെഫിനറ്റ്ലി കുറഞ്ഞിട്ടുണ്ട് എന്തായാലും. കാരണം ഓൾറെഡി ഉള്ള ആപ്ലിക്കേഷൻ ഇൻവെൻട്രിയിലുള്ള ആളുകൾ രജിസ്ട്രേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഈ ഒരു സംഭവം വീണ്ടും കുറയും. കാരണം എക്സാം എഴുതി റിസ്ക് എടുത്ത് വരാൻ പലരും തയ്യാറല്ല. അപ്പം യു കെയിലും അയർലൻഡിലൊക്കെ കംഫർട്ടബിളായിട്ട് വർക്ക് ചെയ്യുന്ന ആളുകൾ ഒരു ഈസിയർ പാത്വേ ഉള്ളതുകൊണ്ടാണ് മിക്കവാറും ആളുകൾ ഈ ഒരു ഓസ്ട്രേലിയക്ക് മൂവ് ചെയ്യാം എന്നൊരു തീരുമാനത്തെത്തിയത്. പക്ഷേ ഇപ്പം ഈ ഒരു രജിസ്ട്രേഷൻ പാത്വേ സ്റ്റോപ്പ് ചെയ്യുമ്പം ഡെഫിനറ്റ്ലി ആ ഒരു ഒഴുക്ക് കുറയും. പക്ഷേ എങ്കിലും ഇഷ്ടംപോലെ ഓസ്ട്രേലിയൻ രജിസ്ട്രേഷൻ കിട്ടിയ നഴ്സുമാർ, ഓൾറെഡി കിട്ടിയ ആളുകൾ ജോലി നോക്കുന്നുണ്ട്. അവരുടെ ഒരു ഇൻവെൻട്രി അല്ലെങ്കിൽ അവർ ഇവിടെ എത്തുന്നവരെയൊക്കെ ഒരുപാട് ഇതുണ്ടാവും. അതിനുശേഷം വീണ്ടും ഈ ഒരു ഷോർട്ടേജും ഈ ഒരു സംഭവമൊക്കെ ഓസ്ട്രേലിയയിൽ വീണ്ടും വരും. കാരണം ഇങ്ങനെ ഒഴുകി വരാൻ ആൾ ഇനി ഉണ്ടാവില്ല. കാരണം ഈ ഒരു പാത്വേ ഇല്ലാത്തിടത്തോളം കാലം. ഇനി വീണ്ടും ഇങ്ങനെ ആളുകളുടെ ഷോർട്ടേജ് ഇവിടെ വന്നു കഴിയുമ്പം ഈ പാത്വേ റീഇൻട്രൊഡ്യൂസ് ചെയ്യുമോ അറിയത്തില്ല. പക്ഷേ ആസ് ഓഫ് നൗ അത് ക്ലോസ് ആയിരിക്കുകയാണ്. അപ്പം ഇങ്ങനെയൊക്കെയാണ് നഴ്സുമാർക്ക് ഇവിടെ വരാൻ പറ്റുന്ന കുറേ വഴികൾ. 2 വഴികളാണ് മെയിൻലി. അപ്പം നിങ്ങൾ വേറൊരു കാര്യം, GNM കഴിഞ്ഞ ആളുകൾക്ക് ശരിക്കും ഓസ്ട്രേലിയയിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്നെങ്കിൽ പോസ്റ്റ് BSO GCN കോഴ്സോ കഴിയണം. അപ്പോൾ ഈ GCN കോഴ്സിനെ പറ്റി പലർക്കും ഒരു തെറ്റിദ്ധാരണയുണ്ട്. ഇത് കോഴ്സ് കഴിഞ്ഞാൽ ഇവിടെ ഡയറക്റ്റ് രജിസ്ട്രേഷൻ കിട്ടുന്നത് ഇല്ല, അത് കിട്ടില്ല. ഇവിടെ വന്നിട്ട് നിങ്ങൾ ആ കോഴ്സ് നിങ്ങൾ ഓൺലൈനായിട്ടോ എവിടെ നിന്ന് തീർന്നാലും നിങ്ങൾ വീണ്ടും ഇംഗ്ലീഷ് ടെസ്റ്റും എൻഗ്ലക്സും ഓസ്കിങ് അറ്റൻഡ് ചെയ്യണം എന്നുള്ളത് മാൻഡേറ്ററി റിക്വയർമെൻ്റ് ആണ്. അപ്പോൾ ഓസ്ട്രേലിയയിൽ രജിസ്ട്രേഷൻ കിട്ടാൻ എലിജിബിൾ ആയിട്ടുള്ള കോഴ്സുകൾ എന്ന് പറഞ്ഞാൽ എൻട്രി ലെവൽ കോഴ്സുകൾ അല്ലെങ്കിൽ അപ്ര അക്രഡിറ്റേഷൻ അല്ലെങ്കിൽ NMBA അക്രഡിറ്റേഷൻ ഉള്ള കോഴ്സുകൾ മാത്രമേ നിങ്ങൾക്ക് രജിസ്ട്രേഷൻ കിട്ടാൻ എലിജിബിളായ കോഴ്സുള്ളൂ. അല്ലെങ്കിൽ നിങ്ങളിപ്പം ഒരു നാട്ടിൽ നിന്ന് ഡിഗ്രിയോ GNMO അല്ലെങ്കിൽ BSc കഴിഞ്ഞ ആളുകൾക്ക് നിങ്ങൾക്ക് ഇവിടെ ഡയറക്റ്റ് രജിസ്ട്രേഷൻ കിട്ടണം എന്നുണ്ടെങ്കിൽ നഴ്സിംഗ് കൺവേർഷൻ പ്രോഗ്രാമുകൾ പഠിക്കണം. ഈ നഴ്സിംഗ് കൺവേർഷൻ പ്രോഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഓൾറെഡി നമ്മുടെ ഈ ചാനലിൽ വീഡിയോ ഇട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ മറ്റേ ചാനലാണെന്ന് അറിയത്തില്ല, നമ്മൾ ഏതോ ഒരു ചാനലിൽ വീഡിയോ ഇട്ടിട്ടുണ്ട്. നഴ്സിംഗ് കൺവേർഷൻ പ്രോഗ്രാം ഫോർ എക്സാമ്പിൾ എഡിത്ത് കോവൻ യൂണിവേഴ്സിറ്റി അവരുടെ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നാട്ടിൽ നിന്ന് പഠിച്ച BSc നഴ്സിംഗ് അല്ലെങ്കിൽ GNMൻ്റെയോ ഒരു ബേസിസിൽ നിങ്ങൾക്ക് ഇവിടുത്തെ നഴ്സിംഗ് പ്രോഗ്രാമിൻ്റെ ഒരു ഇയർ 3 അല്ലെങ്കിൽ ഇയർ 2.5 അല്ലെങ്കിൽ 1.5 മറ്റോ നിങ്ങൾക്ക് അഡ്മിഷൻ തരും. അപ്പോൾ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 1 കൊല്ലം കൊണ്ട് അല്ലെങ്കിൽ 1.5 കൊല്ലം കൊണ്ട് ഒരു എൻട്രി ലെവൽ നഴ്സിംഗ് ക്വാളിഫിക്കേഷൻ അല്ലെങ്കിൽ അക്രഡിറ്റേഷൻ ഒരു നഴ്സിംഗ് ക്വാളിഫിക്കേഷൻ പഠിക്കാൻ പറ്റും. കാരണം നിങ്ങളുടെ നാട്ടിലെ പഠിച്ച ക്രെഡിറ്റ്സൊക്കെ ഇവിടെ ആക്സെപ്റ്റ് ചെയ്തിട്ട്. സോ അങ്ങനെ നിങ്ങൾക്ക് നോക്കാം. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ കോഴ്സ് 2 കൊല്ലത്തിൽ താഴെയാണെങ്കിൽ മിക്കവാറും നിങ്ങൾക്ക് സ്റ്റേ ബാക്ക് കിട്ടില്ല. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ ആ സ്റ്റേ ബാക്ക് കിട്ടാത്തതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പഠിച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾ സ്കിൽഡ് ഇൻഡിപെൻഡൻറ്റ് മൈഗ്രേഷൻ വഴിയെങ്കിലും ഏതെങ്കിലും ഒരു പാത്വേയിലൂടെ നിങ്ങളിവിടെ നിൽക്കാൻ നോക്കണം. കാരണം പലപ്പോഴും വർക്ക് പെർമിറ്റിന് എലിജിബിൾ ആയിരിക്കില്ല. കാരണം ഇവിടെ നിങ്ങൾക്കറിയായിരിക്കാം 482 എന്ന് പറഞ്ഞ വർക്ക് പെർമിറ്റിൽ നിങ്ങൾക്ക് എംപ്ലോയ്മെൻറ്റ് കിട്ടണമെങ്കിൽ അറ്റ്ലീസ്റ്റ് 2 ഇയർ എക്സ്പീരിയൻസോ അല്ലെങ്കിൽ ഇപ്പോൾ എനിക്ക് നവംബർ മുതൽ 1 ഇയർ ആയിട്ട് കുറയ്ക്കുന്നു തോന്നുന്നു, 1 ഇയർ എങ്കിലും ഈ നവംബർ മുതൽ എക്സ്പീരിയൻസ് വേണം. ഇപ്പോൾ കറൻ്റ്ലി 2 ഇയർ ആണ്. അപ്പോൾ ഈ ഒരു എക്സ്പീരിയൻസ് റിക്വയർമെൻറ്റ് മീറ്റ് ചെയ്യാൻ പറ്റാത്തത്തോളം നിങ്ങളെ ഒരു എംപ്ലോയർക്ക് സ്പോൺസർ ചെയ്യാൻ സാധിക്കില്ല ഇവിടെ നിങ്ങൾ പഠിച്ചതാണെങ്കിലും അല്ലെങ്കിൽ ഇവിടെ രജിസ്ട്രേഷൻ ഉണ്ടെങ്കിലും. സോ ബേസിക്കലി നിങ്ങൾ ഈ സ്കിൽഡ് ഇൻഡിപെൻഡൻറ്റ് മൈഗ്രേഷന് ശരിക്കും എക്സ്പീരിയൻസ് ഒരു റിക്വയർമെൻ്റ് അല്ല. നിങ്ങളുടെ ബാക്കിയുള്ള ക്രൈറ്റീരിയാസ് വെച്ചിട്ട് അവർ ഗവൺമെൻറ് എംപ്ലോയറുടെ സപ്പോർട്ടൊന്നും ആവശ്യമില്ല. നിങ്ങൾക്ക് ആ വഴിയിലൂടെ ഇൻവിറ്റേഷൻ കിട്ടുകയും നിങ്ങൾ മൈഗ്രേറ്റ് ചെയ്യുകയും ചെയ്യാൻ പറ്റും. സോ അങ്ങനെ നോക്കാം. അപ്പോൾ ഇതിനകത്തൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും നിങ്ങളിപ്പോൾ ഇനി നോക്കേണ്ടത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ കുറേ സമയമെടുക്കും. നേരത്തെ പോലെ അല്ലെങ്കിൽ ഈ ന്യൂസിലാൻഡ് പാത്വേ പോലെ വളരെ എളുപ്പമുള്ള ഒരു സംഭവം അല്ലെങ്കിൽ വളരെ ചെറിയ ഡ്യൂറേഷനിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല. മേ ബി കുറേ മന്ത്സ് എടുക്കും. അപ്പോൾ കുറേ പൈസ കൂടുതലായിട്ട് ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ നിങ്ങൾ ഇങ്ങനത്തെ കാര്യങ്ങൾ അല്ലെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങളിലേക്ക് നമ്മൾ ഇറങ്ങിത്തിരിക്കുമ്പം നമ്മൾ അത്രമാത്രം നമ്മൾ ഇയേഴ്സ് വെയിറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ മന്ത്സ് വെയിറ്റ് ചെയ്യാനോ ഫിനാൻഷ്യലി നിങ്ങൾക്ക് അതിനുള്ള ബാക്കപ്പ് ഉണ്ടോ എന്നതും കൂടെ നിങ്ങൾ ആലോചിക്കണം കേട്ടോ. അപ്പം ഇത്രയേ ഉള്ളൂ ഈ വീഡിയോ. ഇനിയിപ്പോൾ UK നിന്നുള്ള അയർലൻഡിൽ നിന്നുള്ള നഴ്സുമാർ ഇവിടെ വന്ന് ഫില്ല് ചെയ്യുന്ന ആ ഒരു സമ്പ്രദായം അല്ലെങ്കിൽ ആ ഒരു ഇതുണ്ടല്ലോ അതിവിടെ കുറയാൻ നല്ല ചാൻസ് ഉണ്ട്. മേ ബി
അറിയത്തില്ല ഇനിയിപ്പോൾ വീണ്ടും ഇവിടെ ഷോർട്ടേജ് വരുമ്പം ഇങ്ങനത്തെ ഈ പാത്ത് വേ റീ ഓപ്പൺ ചെയ്യുമോ എന്നറിയത്തില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ എന്തായാലും അപ്ഡേറ്റ് ചെയ്യും. അപ്പോൾ ഇപ്പോഴത്തെ അവസ്ഥ ഇതാണ്. അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെടും വിചാരിക്കുന്നു. ഇതുപോലുള്ള വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. വീണ്ടും പുതിയ ഇൻട്രസ്റ്റിംഗ് വീഡിയോസായിട്ട് നമ്മൾ വരുന്നതായിരിക്കും. താങ്ക് യു.